ഇടവേളയ്ക്ക് ശേഷം ടൈംസ് ഓഫ് കുവൈറ്റ്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട്ടുകാരുടെ മംഗമാരുടെ ഒക്കെ വിശേഷങ്ങളാണ് പങ്കുവച്ചെങ്കിൽ ഈ ആഴ്ച മലയാളി മംസ് മിഡിൽ ഈസ്റ്റിൻ്റെ അവരുടെ 8th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സൂപ്പർ മർഗ പ്രോഗ്രാമിൻ്റെ പരിപാടിയായിട്ടാണ്. എന്താ നമ്മുടെ മലയാളികളുടെയൊക്കെ മനം കവർന്ന ദില്ല് പകർന്ന ദിൽഷയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടെലിവിഷൻ അവതാരകയും അതുപോലെ തന്നെ ഇനിയിപ്പം സിനിമയിലൊക്കെ വരാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രശസ്തിയും ഫാഷൻ മേഖലകളിലും ഒക്കെ ഉള്ള ഒരാൾ. അദ്ദേഹമാണ് ഈ മലയാളി മിഡിൽ ഈസ്റ്റ് മംസ് പ്രോഗ്രാമിന് നിറം പകരാനായിട്ട് എത്തിയത്. അതിൻ്റെ ഭാരവാഹികളും ദിൽഷയുമായിട്ടുള്ള വിശേഷങ്ങളുമായി ഈ ആഴ്ചയിൽ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. കുവൈറ്റിലെ സാംസ്കാരിക സംഘടനയായ ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ IAF ഓണവർണ്ണം 2K25 എന്ന പേരിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അബ്ബാസിയ ആസ്പെയർ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ മുഖ്യ അതിഥി ഐബാക് ചെയർമാൻ ഡോക്ടർ മണിമാരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീ പ്രേമൻ ഇല്ലത്ത് ഓണ സന്ദേശം നൽകി. IAF അംഗങ്ങളുടെ തിരുവാതിരകളി, കുട്ടികളുടെ നൃത്തങ്ങൾ, കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വിനോദ മത്സരങ്ങൾ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. ഇന്ത്യൻ സ്റ്റാർ വോയിസ് ഫെയിം ഹെലൻ സൂസനും സ്റ്റാർ സിംഗർ വിജയ് രോഹിത് S നായരും ഒരുക്കിയ ഗാനമേള ചടങ്ങിൽ അരങ്ങേറി. പ്രസിഡന്റ് ഷെറിൻ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സുസ്വാന സുജിത്ത്, പ്രവാസി ലീഗൽ സെൽ ജനറൽ സെക്രട്ടറി ഷൈജിത്ത്, മാധ്യമപ്രവർത്തകൻ അനിൽ P. അലക്സ്, KFE ചെയർമാൻ ജിനു, WMCC ചാപ്റ്റർ അബ്ദുള്ള അസീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തിരുവനന്തപുരം നോൺ റെസിഡൻസ് ഓഫ് കുവൈറ്റ് ട്രാക്ക് ഓണപ്പല്ലരി 2K25 ഫർവാനിയ ഷെഫ് നൌഷാദ് ബാങ്കറ്റ് ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് ശ്രീരാഗം സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സുസോവന സുജിത് നായർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ജനറൽ കൺവീനർ മാർട്ടിൻ മാത്യു ഓണസന്ദേശം നൽകി. ട്രാക്ക് പ്രതിനിധികളായ MA നിസാം, അഡ്വൈസറി ബോർഡ് അംഗം ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ ഓണാശംസകൾ നേർന്നു. മഹാബലി എഴുന്നള്ളത്ത്, തിരുവാതിരകളി, വള്ളംകളി, മോഹിനിയാട്ടം, നൃത്യങ്ങൾ, ഗാനമേള, വിവിധയിനം കലാപരിപാടികൾ എന്നിവ ചടങ്ങിൽ അരങ്ങേറി. ദേശീയ ഐക്യ ദിനവും കേരള പിറവി ദിനവും പ്രമാണിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ARMS for You കുവൈറ്റ് സംഘടിപ്പിച്ച ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. രാവിലെ 6:30 ആരംഭിച്ച പരിപാടിയിൽ സംഘടനയുടെ അംഗങ്ങളും കുടുംബാംഗങ്ങളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തീരപ്രദേശത്തു നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കടൽ തീരവും സമീപ പ്രദേശവും ശുചിയായി പരിപാലിക്കുന്നതിൽ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകർ സജീവമായി പങ്കുചേർന്നു. പങ്കെടുത്തവരോടുള്ള നന്ദി പ്രകടിപ്പിച്ച ARMS for You പ്രതിനിധികൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പരിസ്ഥിതി ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതായി വ്യക്തമാക്കി. തുടർന്നും സമൂഹത്തിനും പരിസ്ഥിതിക്കും വേണ്ടി ARMS for You കുവൈറ്റ് ഇത്തരത്തിലുള്ള സമാനമായ പൊതു താൽപര്യ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അറിയിച്ചു. കുവൈറ്റിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആദ്യ ഫലപ്പെരുന്നാളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമ്മേളനം നടന്നു. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനം പൗരസ്ത്യ കത്തോലിക്കായും മലങ്കര സഭയുടെ പരമാധ്യക്ഷനുമായ മോറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് മഹാ ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ സഹവികാരി റവറൻ ഫാദർ മാത്യു തോമസ് സ്വാഗതവും ആദ്യ പെരുന്നാൾ 2025 ജനറൽ കൺവീനർ മാത്യു വി തോമസ് നന്ദിയും പ്രകാശിപ്പിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഹെഡ് ഓഫ് ചാൻസലറി ജെയിംസ് ജേക്കബ്, ആഗോളതലത്തിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ വികാരി ഫാദർ കോമോസ് ആബ തദേവോസ്, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് സെക്രട്ടറി റോയ് യോഹന്നാൻ, OSS AE ഡിജിറ്റലൈസേഷൻ ഡയറക്ടർ കുര്യൻ വർഗീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുവൈറ്റിലെ മറ്റ് ഓർത്തഡോക്സ് ഇടവക വികാരിമാരായ റവറൻ ഫാദർ അജു തോമസ്, റവറൻ ഫാദർ ജെഫിൻ വർഗീസ്, ഇടവക ട്രസ്റ്റി ദീപക് അലക്സ് പണിക്കർ, സെക്രട്ടറി ജേക്കബ് റോയ്, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് കുരുവിള, മാത്യു K. ഇലിഞ്ഞക്കൽ, പോൾ വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക
സുവനീർ കൺവീനർ ജിൻ രാജ വർഗീസിൽ നിന്ന് ഏറ്റുവാങ്ങി ജെയിംസ് ജേക്കബിന് നൽകിക്കൊണ്ട് പരിശുദ്ധ കത്തോലിക്ക ബാവ പ്രകാശനം ചെയ്തു. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം KEF സംഘടിപ്പിച്ച വാർഷിക ഓണാഘോഷമായ ഓണവർണ്ണങ്ങൾ 2025 ഒക്ടോബർ 24 റുമേത്യയിലെ സമറദോ ഹാളിൽ വെച്ച് നടന്നു. ഓണത്തിൻ്റെ പാരമ്പര്യവും സാംസ്കാരിക മഹിമയുമായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. എക്സ് ഒഫീഷ്യോ ഹനാൻ ഷാൻ സ്വാഗത പ്രസംഗം നിർവഹിച്ചു. ജനറൽ കൺവീനർ ഗംഗാ പ്രസാദ്, ഡിസിഗ്നേറ്റ് ജനറൽ കൺവീനർ ബിജു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 8 ഘടക അലൂമിനി അസോസിയേഷനുകളിലെ ഫസ്റ്റ് ലേഡീസുമാരും പ്രസിഡന്റുമാരും ചേർന്ന നിലവിളക്ക് തെളിയിച്ചാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. KEFന്റെ മുഖ്യ സാങ്കേതിക പ്രദർശനമായ കൈനറ്റിക് 2026ന്റെ പ്രൊമോഷൻ വീഡിയോയും ബ്രോഷറും സ്പോൺസർമാർ ചേർന്ന് പ്രകാശനം ചെയ്തു. കൈനറ്റിക് ജനറൽ കൺവീനർ പ്രശാന്ത് വാര്യർ, അസിസ്റ്റന്റ് കൺവീനർ നിർമ്മല പ്രേം എന്നിവർ പ്രസ്തുത അവസരത്തിൽ സന്നിഹിതരായിരുന്നു. ഓണം ഫോട്ടോഗ്രാഫി റീൽസ് മത്സരങ്ങളിലെ ജേതാക്കൾക്ക് ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. കേരളത്തിലെ പ്രമുഖ പാചക വിദഗ്ധനായ കേശവൻ നമ്പീശന്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയ സമൃദ്ധമായ ഓണസദ്യ പങ്കെടുത്തവരെ ആഹ്ലാദത്തിലാക്കി. ആർട്സ് കമ്മിറ്റി കൺവീനർ റേണു ആൻ ജേക്കബ് നന്ദി പ്രകാശനം നടത്തി. സ്പോൺസർമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും കലാകാരന്മാർക്കും സന്നിഹിതരായ എല്ലാവർക്കും ചടങ്ങിൽ അവർ നന്ദി രേഖപ്പെടുത്തി. ജനറൽ കൺവീനർ ഗംഗാ പ്രസാദ്, കൺവീനർ ഡിസൈനേറ്റ് ബിജു, എക്സ് ജനറൽ കൺവീനർ ഹനാൻ ഷാൻ, സ്പെഷ്യാലിറ്റി കൺവീനർ പ്രശാന്ത്, PV ഓർഗനൈസേഷൻ കൺവീനർ ജോമി വർഗീസ്, ആർട്സ് കൺവീനർ രേണു ആൻ ജേക്കബ്, ഫുഡ് കമ്മിറ്റി കൺവീനർ ജേക്കബ് ബാബു, ഡാറ്റ മാനേജ്മെന്റ് കൺവീനർ സന്ദീപ് ദാമോദരൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അൻഫർ കാസി, PR കൺവീനർ മുഹമ്മദ് അഷ്റഫ്, സ്പോൺസർഷിപ്പ് കൺവീനർ അബ്ദുൾ ജബ്ബാർ എന്നിവരും മറ്റ് സബ് കമ്മിറ്റി മെമ്പർമാരും ചേർന്ന് പരിപാടികൾക്ക് നേതൃത്വം നൽകി. SMCA ഫഹാഗിലേറിയ ഒക്ടോബർ 17 അൽ നജാദ് സ്കൂളിൽ വെച്ച് ഓണോത്സവം 2K25 എന്ന പേരിൽ നടത്തി. ഓണാഘോഷം വൻ ക്രമീകരണങ്ങളാലും SMCA അംഗങ്ങളുടെ പങ്കാളിത്തത്താലും ശ്രദ്ധേയമായിരുന്നു. കൾച്ചർ കൺവീനർ ശ്രീ ജസ്റ്റിൻ വർഗീസ് കല്ലംപ്ലാക്കലിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം ആക്ടിംഗ് കൺവീനർ ശ്രീ ജോമിൻസൺ ജോസ് വെള്ളാമ്പേൽ അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ ഓണാഘോഷം റവറൻ ഫാദർ ജോയ് മുണ്ടക്കൽ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ശ്രീ സിജു ഫ്രാൻസിസ് കുളങ്ങര സ്വാഗതവും ശ്രീ ടോമി മാത്യു ചൂനാട്ട് നന്ദിയും അറിയിച്ചു. SMCA പ്രസിഡന്റ് ശ്രീ ആന്റണി മനോജ്, സെൻട്രൽ സെക്രട്ടറി ഡോക്ടർ ബോബിൻ ജോർജ്, സെൻട്രൽ ട്രഷറർ ശ്രീ സോണിമോൻ മാത്യു, വുമൻസ് വിംഗ് ഏരിയ കൺവീനർ ശ്രീമതി രമ്യ ജെയ്സൺ, ബാലദീപ്തി ഏരിയ കൺവീനർ കുമാരി ജൂഡിയറ്റ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കുടുംബ യൂണിറ്റുകൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ, SMCA വോയിസ് അവതരിപ്പിച്ച ഹൃദയസ്പർശിയായ ഗാനമേള, കുട്ടികൾക്കായി സംഘടിപ്പിച്ച കുട്ടി ശ്രീമാൻ ആൻഡ് കുട്ടി ശ്രീമതി മത്സരങ്ങൾ, കേരളീയതയുടെ സൗന്ദര്യവും ഐക്യവും വിളിച്ചോതുന്ന ദമ്പതികളുടെ പരമ്പരാഗത വസ്ത്രമണിഞ്ഞുള്ള റാം വാക്ക് തുടങ്ങിയവ ഈ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. കുവൈറ്റിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പദ്ധതിയായ അൽ മുത്ല സിറ്റിയിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കാനൊരുങ്ങി ലുലു ഗ്രൂപ്പും. മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സായ ബിയോണ്ട് ഹോൾഡിംഗ്സുമായി കൈകോർത്താണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു യാഥാർത്ഥ്യമാക്കുന്നത്. സൗത്ത് അൽ മുത്ല സിറ്റിയിൽ ഉയരുന്ന ബിയോണ്ട് പ്ലസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കുക. കുവൈറ്റിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായാണ് സഹകരണം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ബിയോണ്ട് ഹോൾഡിംഗ് ഗ്രൂപ്പ് CEOയും വൈസ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ അൽ ഖാന എന്നിവർ ചേർന്നാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ബിയോണ്ട് പ്ലസ് പ്രൊജക്റ്റിൽ ഭാഗമാകുന്ന ആദ്യ റീറ്റെയിൽ ഗ്രൂപ്പുകളിലൊന്നാണ് ലുലു. സൗത്ത് അൽ മുത്ല സിറ്റിയിൽ 27 ലക്ഷം ചതുരശ്ര അടിയിൽ ഉയരുന്ന ബിയോണ്ട് പ്ലസ് മാളിൽ 72,000 ചതുരശ്ര അടിയിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് ലുലു നിർമ്മിക്കുക. കുവൈറ്റിൽ ലുലുവിൻ്റെ സാന്നിധ്യം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റെന്നും സൗത്ത് അൽ മുത്ല സിറ്റിയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് സേവനമാണ് ലക്ഷ്യമിടുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MA യൂസഫ് അലി വ്യക്തമാക്കി. മുൻനിര റീറ്റെയിൽ ഗ്രൂപ്പായ ലുലുവുമായി സഹകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബിയോണ്ട് ഹോൾഡിംഗ് ഗ്രൂപ്പ് CEOയും വൈസ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ അൽ ഖാന പറഞ്ഞു. 2027 മാർച്ചിനകം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്. ഓരോ വലിയ ചുവടുവെപ്പിന് മുമ്പും കരുതലുണ്ടാവണം. അവർ വരും, നയിക്കും, വിജയിപ്പിക്കും. ഏറ്റവും മികച്ചവർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. Al Musaini Exchange, always near you. She's always been our little girl, but today she steps into her future. Feels like just yesterday she couldn't wait to jump into my arms. We thought about sending her back home, but who would watch over her? Would she feel safe? Would she belong? We stayed, we trusted, and today we made the right choice.
NSS കുവൈറ്റ് ഈ വർഷത്തെ ഓണാഘോഷം സ്നേഹ പൊന്മുലരി 2025 എന്ന പേരിൽ 2 ഘട്ടങ്ങളായി അതിവിപുലമായി നടത്തി. അബ്ബാസിയ, അബു ഖലീഫ, ഫർവാനിയ, റിഗൈ കരയോഗങ്ങൾ ചേർന്ന് മേഖലയുടെ നേതൃത്വത്തിലാണ് 1ാം ഘട്ട പരിപാടികൾ നടന്നത്. NSS കുവൈറ്റ് പ്രസിഡന്റ് ശ്രീ കാർത്തിക് നാരായണൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് പി നായർ സ്വാഗതം പറഞ്ഞു. ബാലസമാജവും വനിതാ സമാജവും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികളും വനിതാ സമാജം കോഓർഡിനേറ്റർമാരായ ദീപ പ്രവീൺ, ദിവ്യ, ഗിരീഷ്, ശാലു, രഞ്ജിത്ത്, കൃഷ്ണപ്രിയ, ലക്ഷ്മി, ഓമന, അഞ്ജു, രവിശങ്കർ, പാർവതി, വിനയ, ബിജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏരിയ കോഓർഡിനേറ്റർമാരായ മനോജ് കുമാർ, രാജേഷ്, മണി, വിജി നായർ, പ്രസാദ് പിള്ള എന്നിവരും ജോയിന്റ് കോർഡിനേറ്റർമാരും മികച്ച പിന്തുണ നൽകി. വനിതാ സമാജം കൺവീനർ ശ്രീമതി ദീപ്തി പ്രശാന്തും ജോയിന്റ് കൺവീനർ ശ്രീമതി അജിത അനിലും സംഘാടനത്തിൽ നിർണായക പങ്കുവഹിച്ചു. NSS കുവൈറ്റ് രക്ഷാധികാരി ശ്രീ KP വിജയകുമാർ, വനിതാ സമാജം കൺവീനർ ദീപ്തി പ്രശാന്ത്, വെൽഫെയർ കമ്മിറ്റി കൺവീനർ പ്രബീഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റിലെ വനിതാ സാംസ്കാരിക കൂട്ടായ്മയായ മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിച്ച 8ാം വാർഷിക മെഗാ പരിപാടി ജൽസ 2025 വിവിധ നൃത്ത സംഗീത പരിപാടികളോടെ അബ്ബാസിയ ആസ്പയർ സ്കൂളിൽ അരങ്ങേറി. പ്രശസ്ത ഡാൻസറും ബിഗ് ബോസ് വിന്നറുമായ ദിൽഷ പ്രസന്നൻ മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് അമ്പിളി രാകേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ അതിഥിയും പ്രധാന സ്പോൺസർമാരും ചേർന്ന് ചടങ്ങുകൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ പ്രമുഖ നൃത്ത വിദ്യാലയങ്ങളിലെ കലാകാരന്മാരും ഒപ്പം ദിൽഷ പ്രസന്നനും ചേർന്ന് അവതരിപ്പിച്ച നൃത്ത പരിപാടികൾ ജൽസ 2025 വ്യത്യസ്തമാക്കി. പുണ്യ പ്രദീപും താമരശ്ശേരി ചുരം ബാൻഡും ചേർന്ന് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും ജൽസ 2025 മാറ്റുകൂട്ടി. കുവൈറ്റിലെ പ്രമുഖ വടംവലി കൂട്ടായ്മയായ KKTA സംഘടിപ്പിച്ച 9ാമത് വടംവലി കമ്പപ്പോരുകാർക്ക് പുതിയ അനുഭവമായി. മത്സരത്തിൽ കുവൈറ്റിലെ 9 ക്ലബ്ബ് ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ കമ്പപ്പോര് കാണുവാൻ ആയിരങ്ങളാണ് അണിനിരുന്നത്. നാട്ടിലെ പ്രമുഖ അനൗൺസർ ആവാസ് കടവല്ലൂരിൻ്റെ ശബ്ദവിസ്മയം മത്സരങ്ങൾക്ക് ആവേശം കൂട്ടി. Before every great move, there's focus. They show up, they lead, they deliver. Because the best. Choose the best. Al Muzaini Exchange, always near you. ദിൽഷ, നമസ്കാരം. കുവൈറ്റ് പ്രവാസികൾക്കിടയിലെത്തി അതിമനോഹരമായൊരു പ്രോഗ്രാമും മലയാളി മംസിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നല്ല എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന പരിപാടികളൊക്കെ നടത്തി. പ്രത്യേകിച്ച് നടന്ന ഒരു ഡാൻസ് പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഷോ ആയിരുന്നു, നല്ല ടീമായിരുന്നു. നേരത്തെ നമ്മുടെ സോങ്ങൊക്കെ ഇവിടെ അയച്ചു കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ എനിക്ക് വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട്. കാരണം അവർക്കും പ്രാക്ടീസൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇവിടെ വന്നു പ്രാക്ടീസ് സെക്ഷനിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ചെയ്ത എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. കാരണം നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എന്നെ മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് അവർ. അപ്പം അവരുടെ പെർഫോമൻസ് കൂടെ നന്നാവുമ്പം കുറച്ചും കൂടെ ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് ഷോയിൽ വരുമ്പോൾ. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ നല്ല കോർഡിനേഷൻ, നല്ല ടീമാണ്. അപ്പോൾ പ്രവാസി കുട്ടികൾ അതിമനോഹരമായിട്ടാണ് നൃത്തം ചെയ്യുന്നതെന്നും നമ്മുടെ പൈതൃകങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നു, നൃത്ത രൂപങ്ങളൊക്കെ അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നുവെന്ന് ആണ് അർത്ഥം. നൃത്ത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് ഒരു വെസ്റ്റേൺ ഡാൻസ് ആണ്. അതവർ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികളും. ഈ ഒരു അസോസിയേഷൻ ഇപ്പം നമ്മളിപ്പോൾ മലയാളി മംസിൻ്റെ പ്രോഗ്രാമുകളും അവർ നടത്തുന്ന ഇതുപോലുള്ളതൊക്കെ ഏതൊക്കെ രീതിയിൽ ഇപ്പം നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പം ഗൾഫിലോട്ട് വരുന്നുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? പുതിയ തലമുറകൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ അറിഞ്ഞേക്കണം. നല്ല കാര്യമല്ലേ? കാരണം അവർക്കും ഒരു എന്താ പറയുക, ഒരു രസമാണ് ലൈക്ക് ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, നമ്മുടെയൊക്കെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുക. നമ്മൾക്കും ഈവൻ കുവൈറ്റിൽ വരാൻ പറ്റുക, ഇത്രയും നല്ലൊരു സ്റ്റേജൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ലൈക്ക് എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, ഇപ്പം ഇതിൻ്റെതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൽ ഭാരവാഹികളായിട്ടുള്ളതെല്ലാം വിമണാണ്. അപ്പം അതിൽ തന്നെ നമുക്കറിയാം ലൈക്ക് അവരൊറ്റയ്ക്ക് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഇത്രയും വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, അത് തന്നെ നല്ല രീതിയിൽ സക്സസ് ആയി. അപ്പം ഐ എം റിയലി പ്രൗഡ്. ആക്ച്വലി നമുക്ക് പ്രവാസ ലോകത്ത് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് കടമ്പകളുണ്ടല്ലേ, അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് ആക്ച്വലി
വലിയൊരു ടീം വർക്ക് തന്നെയാണ് നടന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നിന്നു. നമ്മുടെ കൂടെ നിന്നവരെല്ലാവരും. മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈറ്റിൻ്റെ 3ാമത്തെ മെഗാ ഇവൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കുവൈറ്റിൽ നടത്തുന്നത്. ഇത് ഒറ്റയ്ക്കുള്ളൊരു പ്രയത്നമൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് ടൈമയുടെ വിജയമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ മലയാളി മംസ് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സ്ത്രീകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി, മെഡിക്കൽ ചാരിറ്റികൾ, പിന്നെ കുട്ടികളുടെ പഠന സഹായത്തിനുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അറ്റ് ദ ബാക്ക് എൻഡ്. 2 വർഷം കൂടുമ്പോഴാണ് നമ്മളിവിടെ കുവൈറ്റിൽ മെഗാ ഇവൻറ്റ്സ് നടത്തുന്നത്. അത് ഇത്രയും മനോഹരമായ രീതിയിൽ നടത്താൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം എന്ന് പറയാനുള്ളൂ. ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. മുൻനിരയിൽ ഇപ്പം ഞങ്ങളൊരു 2 പേരിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ പ്രസിഡൻറ്റിന് വരാൻ സാധിച്ചിട്ടില്ല, അമ്പിളി രാഗേഷ്. അപ്പം അവരും അങ്ങനെ ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ ഏകദേശം എത്രത്തോളം അംഗങ്ങളുണ്ട്? നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ 2000ഓളം അംഗങ്ങളുണ്ട് കുവൈറ്റിൽ. ഇത് കംപ്ലീറ്റ് GCCയിലുള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ കുവൈറ്റ് ചാപ്റ്ററാണ്. കുവൈറ്റ് ചാപ്റ്ററിൽ മാത്രം 2000ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഒരു വലിയ സംഘടന കൂടിയാണ്. വലിയൊരു സംഘടനയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം. ഞാൻ പോയ വർഷങ്ങളിൽ ഒരുപാട് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു. അൻസീൻ, അതുപോലെ തന്നെ സിമ്രാൻ, നമ്മുടെ അവരൊക്കെ ആയിട്ട് പല പ്രോഗ്രാമുകളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രസിഡന്റ് എന്തായിരുന്നു അവരുടെ പേര്? അമ്പിളി രാജേഷിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. കാരണം പേര് അമീറ അല്ലേ? അമീറ, താങ്കളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുവൈറ്റിലെ ഡിസിപ്ലിനൊക്കെ കാത്തു സൂക്ഷിച്ച് ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നതിന് പരിമിതികളുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് നിങ്ങൾ ഇതിലൂടെ മറ്റുള്ളവർക്ക് പിന്നെ സഹായം ചെയ്യുന്നതും അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നതൊക്കെ? റൂമിലിരിക്കുന്ന സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു അസോസിയേഷനാണിത്. അപ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ അവിടെ നമുക്ക് ഒരു ബാരിയേഴ്സും ഇല്ല. നമുക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടാകും ഓപ്പണായിട്ട് നമുക്കവിടെ അതിനുള്ള ഫ്രീഡം ഉണ്ട് നമുക്ക്. അപ്പോൾ ഫ്രീഡം ഒരു വലിയ ഘടകമാണ്. അതിൻ്റേതായ, അതായത് അപ്പം മലയാളി മംസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആ ഫ്രീഡം എന്നൊരു ഉദ്ദേശമാണ്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു സെക്രട്ടറി പറഞ്ഞത് ഇതൊരു ചാരിറ്റി ലക്ഷ്യങ്ങളുണ്ട്. ചാരിറ്റി അല്ല, ഞാൻ ലേഡീസ് മാത്രമല്ല ഇവൻറ്റ്സിൻ്റെ കാര്യം. സ്വാഭാവികമായിട്ടും ഞാൻ അതിനൊരു കൂടി ചോദിച്ചെന്നുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം കാണുമ്പോൾ അറിയാം അത് പല അവയർനെസ്, അതുപോലെ കുട്ടികൾക്ക് അവസരങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനോട് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ് താങ്കൾ? ഓക്കെ. ആക്ച്വലി അമീറ പറഞ്ഞതുപോലെ ഒരു ഫ്രീഡം സ്വാഭാവികമായിട്ടും ഹൗസ് വൈഫ്മാർക്കൊക്കെ ഒരു പരിധി വരെ ഇന്നത്തെ പഴയ കാലത്തെ അപേക്ഷിച്ച് കുറേയൊക്കെ ഫ്രീഡം വന്നു എങ്കിൽ കൂടിയും പരിമിതികൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പിന്നെ എല്ലാ സ്ഥലത്തും പോയി പ്രകടിപ്പിക്കാൻ സാധിക്കത്തില്ല അവരുടെ പല കഴിവുകളും. അപ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കൂട്ടായ്മയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ചാരിറ്റി, അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനെ ചെറിയ രീതിയിലൊന്ന് പറയാം. നമ്മൾ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നതിലൂടെയാണ് മോസ്റ്റ് ഓഫ് ദ ചാരിറ്റീസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻറ്റേർണലി ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ചെറുതായിട്ടുള്ള കളക്ഷൻസും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തും നമ്മളെ ഭാരവാഹികളുടെ ഉള്ളിൽ തന്നെ, അല്ലാണ്ട് പുറത്ത് നിന്നുകൊണ്ടുള്ള ഇതല്ല, ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേറെ ആളുകളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. മോസ്റ്റ്ലി സ്ത്രീകളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മലയാളി മംസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുവൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അതുപോലെ തന്നെ ഈ മംസ് എല്ലാം കൂടെ യൂണിയനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛന്മാരുടെ അപ്പന്മാരുടെ ഒക്കെ അവസ്ഥയ്ക്ക് വല്ല പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? കാരണം കൂടുതൽ ഇതൊരിക്കലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. മലയാളി അമ്മമാർക്ക് അവർക്ക് ചിലപ്പം കുറേ ഇൻഹിബിഷൻസ് ഉണ്ടാവും. വീട്ടിലിരിക്കുന്നു, വെളിയിൽ ആൾക്കാരോട് ചെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ വേറെ ആരുടെയെങ്കിലും പബ്ലിക്കായിട്ടുള്ള ഒരു ഇവൻറ്റിൽ കാണിക്കാനുള്ള ഒരു മടിയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് ലേഡീസ് മാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഈവൻ പുറത്ത് പോകുമ്പം ചിലവർ ഉണ്ടാവും, ഭർത്താക്കന്മാർ ഒരുപാട് ആണുങ്ങളുള്ളവിടത്ത് പോകണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. മേ ബി അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ ഒരു
സ്ഥലമല്ല ഞങ്ങളുടെ MOME. ഇത് ലേഡീസ് മാത്രമായതുകൊണ്ട് അവർക്ക് അവിടെ ഒരു കംഫർട്ട് സോൺ ആക്ച്വലി ലഭിക്കുന്നുണ്ട്. ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ നമ്മൾ എടുത്തു കാണേണ്ടത്, കംഫർട്ട് സോൺ. അല്ലാതെ സ്ത്രീ അബലയാണ്, സ്ത്രീകൾ കൂടുതൽ സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ മുറവിളി കൂട്ടുന്ന വിഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവർ സൂചിപ്പിച്ചത്. കാരണം ഇത്തരം സാഹചര്യത്തിലൂടെ അവരവരുടെ കഴിവുകളും ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൽ വന്ന് എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കുറച്ചൊക്കെ വെളിയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പ്രതികരിക്കാനുമൊക്കെ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുക ഒക്കെ ആവശ്യമാണ്. നമ്മൾ കാണുന്ന വളരെ മേഖലകളിൽ ശോഭിക്കുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് സാധാരണ ജീവിതത്തിൽ ഒതുങ്ങി ജീവിക്കുന്നവർക്കും ഉണ്ട് ഒരുപാട് കഴിവുകൾ. ഓരോ വലിയ ചുവടുവെപ്പിന് മുമ്പും കരുതലുണ്ടാവണം. അവർ വരും, നയിക്കും, വിജയിപ്പിക്കും. ഏറ്റവും മികച്ചവർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. Al Musaini Exchange, always near you. When I joined CCK, I came here to learn. But I discovered how to explore ideas I never imagined. I didn't just make friends, I connected with people who pushed me forward. At CCK, every student belongs, and that's our promise. This campus helped me grow, but now I shine. For businesses, our corporate team is always ready to provide you with dedicated and tailor-made services. 135 plus branches, 80 plus years of experience. Al Musaini Exchange, Kuwait's #1 exchange company since 1942. ദിൽഷ, ആക്ച്വലി ന്യൂ ജനറേഷൻ ഇപ്പോൾ പല ഡാൻസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ മറയില്ലാതെ ഇറങ്ങുന്ന ഒരു കാലമാണ്. അപ്പം അവർക്ക് ഏത് രീതിയിലും തീരുമാനങ്ങൾ എടുക്കാം, ഇഷ്ടമുള്ള പോലെ പോവുക, ഇഷ്ടമുള്ള പഠിക്കുക, അതിനുശേഷം അവരുടെ കരിയർ തന്നെ തീരുമാനിക്കുന്ന ഇൻക്ലൂഡിങ് അവരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവർ ഫ്രീഡം ഉള്ളൊരു കാലമാണ് കടന്നു പോകുന്നത്. അപ്പോൾ താങ്കൾ ഈ ഒരു ന്യൂ ജനറേഷനൊരു മുഖം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ തരംഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാൻ തോന്നി പോയി കുഴി ചാടുന്ന ഒത്തിരി പേരുണ്ട്. അത്തരം ഒരു സാഹചര്യമൊക്കെ അവോയ്ഡ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ബോധവൽക്കരണവും കുറച്ചുകൂടെയൊക്കെ ന്യൂജൻ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ആ സെയിം എനിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അത് ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനത് ചെയ്യണം എന്നുള്ളതും. അപ്പം നമ്മളിപ്പോൾ എന്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ സേഫ് ആണോ എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരിക്കണം. അതാണ് വളരെ ശരിയാണ്. വളരെ സേഫ് ആണോ എന്ന് ഉറപ്പാക്കാനുള്ള അറിവ് നമുക്ക് വേണം. അതായത് നമ്മളിപ്പം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കാണുന്ന അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ വിളിക്കുന്നു, കളർഫുള്ളായിട്ടുള്ള സീനുകൾ, കുറേ പാട്ടുകളിട്ട് നമ്മുടെ രോമാഞ്ചം ഉൾക്കൊള്ളിക്കുന്ന അതൊക്കെ കാണുമ്പം നമുക്കും ചെയ്യാമെന്ന് തോന്നി ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളവർ അറിയുന്നില്ല അല്ലേ? അങ്ങനെ താങ്കളുടെ അനുഭവത്തിൽ ഇത്രയും യാത്രയിൽ അല്ലെങ്കിൽ അത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, എങ്ങനെ ബോധവൽക്കരണം ചെയ്യാൻ പറ്റും? അല്ല, എനിക്കൊക്കെ ഇപ്പോൾ ഒരു പ്രോഗ്രാം വരുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷൂട്ടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് വന്നാലും ഞാൻ ആദ്യം എന്താണ് ടീം, അവരിതിന് മുന്നേ ചെയ്ത വർക്ക് എന്താണ്, അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടേ ഞാനൊരു വർക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ എനിക്ക് ഇന്നൊരു ഓഫർ വന്നു, എനിക്ക് ഇങ്ങനൊരു ഓഫർ കിട്ടി അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ ഇറങ്ങിച്ചാടുന്നെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അറിവ് വേണം, എന്നിട്ട് നമ്മൾ പോകുന്നതിനോടെ ഞാൻ യോജിക്കുന്നു. അതാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ദിൽഷ പറഞ്ഞത് വളരെ മനസ്സിൽ നിന്നാണത്. ഒരു ന്യൂജൻ്റെ മുഖമാണെങ്കിലും അതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്തിന് ഇറങ്ങിത്തിരിക്കുന്നോ, നമ്മൾ ഈ കാണുന്ന കളറായിട്ടുള്ള അല്ലെ മറ്റു രീതിയിലുള്ള നല്ല വർത്തമാനങ്ങൾ അറിയാമല്ലോ, പല രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതികൾ വരുമ്പം എടുത്തിയാടി പോകുമ്പോൾ പേരൻസിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ചാടുന്നത് വളരെ മോശമായ സ്ഥലങ്ങളിലാവാം, സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ന്യൂ ജനറേഷനിലെ കുട്ടികൾ പാഞ്ഞു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സുരക്ഷിതമായ സ്ഥലത്തേക്കാണോ ഞാൻ പോകുന്നത്, അവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, അത് ആ ആൾക്കാർ ഏത് തരത്തിലാണെന്നുള്ള വ്യക്തമായിട്ട് പഠിച്ചു പോകണമെന്നാണ് ദിൽഷ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ എല്ലാ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും അതുകൂടെ മനസ്സിലാക്കി പോകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്.
Because the best. Choose the best. Al Muzahini Exchange, always near you. We trusted, and today, we made the right choice. Canadian College of Kuwait. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya.